വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 1, തിരുവചനങ്ങൾ 12 മുതൽ 20 വരെ. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങൾക്കു മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം. നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിലുരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെയും. അവൻ്റെ വലത്തുകൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തല വാൾ. വചനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത്തുകൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും, ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. എൻ്റെ വലത്തുകൈയിൽ നീ കാണുന്ന 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ്ണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരുടെയും 7 ദീപപീഠങ്ങൾ 7 സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വെളിപാട് സാഹിത്യരൂപം ഒരു പ്രത്യേക സാഹിത്യരൂപമാണെന്നും അതിന് അനേകം സവിശേഷതകളുണ്ട് എന്ന് നാം പറഞ്ഞു വെച്ചായിരുന്നു. ഇന്ന് നമ്മൾ ഈ വെളിപാട് സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായ പ്രതീകങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രതീകങ്ങൾ നമ്മൾ എന്നും ഉപയോഗിക്കാറുണ്ട്. അനുദിന ജീവിതത്തിൽ പ്രതീകങ്ങൾ കൂടാതെ നമുക്ക് ആശയവിനിമയം തന്നെ അസാധ്യമാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ പ്രതീകമാണ്. നമ്മൾ കൈകൊണ്ട് തന്നെ എത്രമാത്രം പ്രതീകങ്ങൾ കാണിക്കുന്നു. ഓരോ പ്രവർത്തനത്തിനും ഓരോ അടയാളങ്ങളും എന്തെങ്കിലും പ്രത്യേകമായി നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ടാവും. വഴിയിൽ ട്രാഫിക് സിഗ്നൽസ് ഉണ്ട്. ഈ വഴി കടന്നു പോകാൻ പാടില്ല എന്ന് കാണിക്കാനുള്ള അടയാളങ്ങളുണ്ടാവും. ഈ വഴിയിൽ ധാരാളം വളവുകളുണ്ട്, ശ്രദ്ധിക്കണമെന്നുണ്ടാവും. അതല്ലെങ്കിൽ കാൽനടക്കാർ പോകുന്ന വഴിയാണ്, ശ്രദ്ധിക്കണം. ഇവിടെ വണ്ടി ഓടിക്കുന്നത് സാവകാശമേ പോകാവുള്ളൂ, അടുത്ത് സ്കൂളുണ്ട്. ഇങ്ങനെ അനേകം അടയാളങ്ങൾ നമ്മൾ വഴികളിൽ കാണും. ഭാഷ തന്നെ ഒരു പ്രതീകമാണ്. ഉപയോഗിക്കുന്ന വാക്കുകൾ. ഞാനിവിടെ വായ ചലിപ്പിക്കുന്നു, അന്തരീക്ഷത്തിൽ ചില ചലനങ്ങളുണ്ടാകുന്നു. ആ ചലനങ്ങൾ ശബ്ദമായി നിങ്ങൾ കേൾക്കുന്നു. ആ കേൾവിയിൽ നിന്ന് നിങ്ങൾക്ക് അർത്ഥം കിട്ടുന്നു. ഇത് പ്രതീകമാണ്. ഞാൻ സംസാരിക്കുന്ന മലയാള ഭാഷ അറിയാൻ പാടില്ലാത്തവർക്ക് ഇപ്പോൾ ഞാൻ പറയുന്നതെല്ലാം വിഡ്ഢിത്തമായി തോന്നും, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഭാഷയ്ക്ക് പ്രതീകങ്ങൾ ആവശ്യമാണ്. പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്ന ചില അടയാളങ്ങൾ, ചില ശബ്ദങ്ങൾ, ഇതൊക്കെ പ്രതീകങ്ങളായി എല്ലാവർക്കും അറിയാം. ഇത് ഒരു പടി കൂടി കടന്ന് പ്രത്യേകമായ കോഡ് ഭാഷകളുണ്ടാവും. സാധാരണ ഭാഷ ഉപയോഗത്തിൽ നിലവിലിരിക്കുന്നതിനും വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ വാക്കുകൾക്ക് കൽപ്പിക്കുന്ന കോഡ് ഭാഷ. അത് പ്രത്യേക പ്രതീകങ്ങളാണ്. വെളിപാട് സാഹിത്യത്തിൽ ഇപ്രകാരമാണ് സംഭവിച്ചിരിക്കുക. സാധാരണ മനുഷ്യൻ ഉപയോഗിക്കുന്ന വാക്കുകളും സംഭവങ്ങളും പ്രതീകങ്ങളുമെല്ലാം നിഗൂഢമായ മറ്റു ചില അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് വെളിപാട് സാഹിത്യത്തിൽ ഉപയോഗിക്കുക. ഇങ്ങനെ വെളിപാട് സാഹിത്യത്തിൽ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രധാന കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ പറയാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധാരണ ഭാഷയിൽ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ പറയാൻ സാധിക്കില്ലാത്തത് ആണ് എന്ന് തന്നെ. കാരണം സനാതന സത്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശ വിഷയം. ഈ പ്രപഞ്ചം തന്നെയാണ് ഒരു നാടകത്തിന് വേദിയായി അവതരിപ്പിക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെയും ഒടുക്കത്തെയും കുറിച്ച്, ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന അജ്ഞാതമായ അദൃശ്യമായ ശക്തികളെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ സാധാരണ ഭാഷകളുടെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? കണ്ടിട്ടില്ലാത്ത ദൈവത്തെക്കുറിച്ച് പ്രതീകങ്ങളിലൂടെ അല്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ദ്യോവിലുള്ളത് ആണല്ലോ ദൈവം എന്ന് പറയുക. ദീപമെന്നും പറയാം. ദൈവത്തെ പ്രകാശമായി, ശക്തിയായി എന്തെല്ലാം പറഞ്ഞാലും എല്ലാം അപര്യാപ്തമായി തീരുന്നു. അപ്പോഴേ ഓരോ വാക്കിനും ഓരോ അടയാളത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ടാവും. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പ്രതീകങ്ങളിലൂടെ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ ദൈവത്തിന് എതിരായി നിൽക്കുന്ന തിന്മയുടെ ശക്തിയെക്കുറിച്ചും പ്രതീകങ്ങളിലൂടെ അല്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല. സാത്താൻ്റെ പടം വരയ്ക്കാറുണ്ട് പലരും.
വലിയ കൊമ്പും നീണ്ട വാലും നഖങ്ങളുമൊക്കെയുള്ള ഒരു ക്രൂര വന്യമൃഗമായിട്ട്. ഇതാണോ സാത്താൻ? ആര് കണ്ടിരിക്കുന്നു? സാത്താൻ തിന്മയുടെ ശക്തി അതിനെന്തെങ്കിലും രൂപമുണ്ടോ? രൂപമില്ലാത്തൊരൊന്നിനെ ചിത്രീകരിക്കാനായിട്ട് പല രൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാത്താൻ കറുത്തതാണെന്നാണ് പൊതുവേ ഒരു ധാരണ. അത് വെളുത്തവനായിരിക്കും സാത്താനെ കറുത്തതായി കണക്കാക്കുക. കറുത്തവൻ്റെ ലോകത്തിൽ ഒരുപക്ഷെ വെളുത്തവനായിരിക്കും സാത്താൻ. അപ്പോൾ നിറത്തിനും നമ്മൾ കൊടുക്കുന്ന അർത്ഥമേ ഉള്ളൂ. അപ്പോഴെന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ചില പ്രതീകങ്ങൾ ഉപയോഗിക്കുക എല്ലാ ഭാഷയിലും പതിവുള്ളതാണ്, വെളിപാട് സാഹിത്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ സനാതനമായ സത്യങ്ങളെക്കുറിച്ച്, അദൃശ്യവും അജ്ഞാതവുമായ രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതീകങ്ങൾ ഉപയോഗിച്ചേ മതിയാവൂ. പ്രതീകത്തിലൂടെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ചും പ്രതീകങ്ങളിലൂടെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതീകങ്ങൾ ആവശ്യമായി വരുന്നു. അതേസമയം മറ്റൊന്നുകൂടിയുണ്ട്. ഈ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന സന്ദേശം എല്ലാവരും ഗ്രഹിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല എഴുതപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, വെളിപാട് സാഹിത്യം രൂപം കൊള്ളുന്നത് ഒരു മതപീഡനത്തിൻ്റെ കാലത്താണ്. മതപീഡനം നടത്തുന്നത് മർദ്ദക ശക്തനായ രാജാവാണ്. അപ്പോൾ രാജാവും രാജാവിൻ്റെതായ സർവ്വശക്തികളും ഉപയോഗിച്ച് ഒരു ജനത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ രാജാവിനും രാജകീയ ഭരണത്തിനുമെതിരെ ചെറുത്തു നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സാഹിത്യമാണ് വെളിപാട് സാഹിത്യം. അങ്ങനെ വരുമ്പോൾ മർദ്ദിതരുടേതായ, അധസ്ഥിതരുടേതായ, പീഡിപ്പിക്കപ്പെട്ടവരുടേതായ ആശയങ്ങളും പ്രത്യാശകളും പ്രതീക്ഷകളുമൊക്കെ ഉൾക്കൊള്ളുന്ന, അവരെ ചെറുത്തുനിൽപ്പിനും ഒരുപക്ഷെ ഈ മർദ്ദക ശക്തിയുടെ തന്നെ അവസാനത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പ്രത്യാശയ്ക്കും അവരെ പ്രേരിപ്പിക്കുന്ന, സഹായിക്കുന്ന സാഹിത്യരൂപം സാധാരണ ഭാഷയിൽ എഴുതുന്നത് അപകടകരമായിരിക്കും. അന്ത്യോക്കസ് നാലാമൻ താമസിയാതെ തോൽപ്പിക്കപ്പെടുമെന്നും നശിപ്പിക്കപ്പെടുമെന്നും 2-3 വർഷങ്ങൾക്കകം അയാളുടെ അവസാനമാകുമെന്നും അറിയിക്കുന്ന ഒരു സാഹിത്യമാണെങ്കിൽ, ഒരു ഗ്രന്ഥമാണെങ്കിൽ, ആ ഗ്രന്ഥം തീർച്ചയായും രാജദ്രോഹമായി ചിത്രീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിൽ നിൽക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നാശത്തെ വിളിച്ചറിയിക്കുന്ന ലഘുലേഖകൾ തീർച്ചയായും കുറ്റകരമായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സാഹിത്യരൂപം ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ അപകടകാരികളായ ലഘുലേഖകളായി, ലിഖിതങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കു വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നുവോ ആ വ്യക്തികൾക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയായിരിക്കണം. ഇനി മറ്റാരുടെയെങ്കിലും കയ്യിൽ പെട്ടുപോയാലും ഇതിന് ആ ഒരു അർത്ഥം മനസ്സിലാക്കരുത്. അപ്പോൾ ഒരു പ്രത്യേക ഗണത്തെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നു, മറ്റവരുടെ കയ്യിൽ കിട്ടിയാൽ അത് മനസ്സിലാവരുത്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പ്രതീകാത്മകമായ അർത്ഥമാണുള്ളത്. ഇന്നും ഉപയോഗിക്കുന്ന കോഡ് ഭാഷ പോലെ. അപ്പോൾ ഈ കോഡ് മനസ്സിലാക്കാതെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇങ്ങനെ 2 പ്രധാന കാരണങ്ങളാണ് പ്രതീകാത്മകമായ ഭാഷ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ഒന്ന്, ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന സത്യങ്ങളുടെ സ്വഭാവം. 2, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം. ഈ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ പുസ്തകം അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ കാണുന്ന പ്രതീകങ്ങൾ ഒന്ന് അപഗ്രഥിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നുകൂടി ഓർത്തിരിക്കണം, ഇത് എഴുതപ്പെട്ട കാലത്ത്, ഇപ്പോൾ BC 2-ാം നൂറ്റാണ്ടിനും AD 2-ാം നൂറ്റാണ്ടിനും മധ്യേ ഇത് എഴുതപ്പെട്ട കാലത്ത് ആർക്കു വേണ്ടി എഴുതപ്പെട്ടിരുന്നോ ആ വ്യക്തികൾക്ക് ഈ പ്രതീകങ്ങൾ തീർച്ചയായിട്ടും സുപരിചിതങ്ങളായിരുന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് അർത്ഥമില്ലല്ലോ. അതേസമയം മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുമില്ല. ഇപ്പോൾ ഈ 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മളിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പല പ്രതീകങ്ങളുടെയും അർത്ഥം അത്ര തന്നെ വ്യക്തമായിരിക്കുകയില്ല. എന്നാലും പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥത്തിലാണ് ഈ പ്രതീകങ്ങളെ ഞാനിവിടെ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുക. പ്രതീകങ്ങളെ പല രീതികളായി പലതായി പല ഐറ്റംസായി തിരിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ വരുന്നത് സംഖ്യകളാണ്. സംഖ്യകളെ പ്രതീകങ്ങളായി അവതരിപ്പിക്കുന്നു. നമ്മൾ സാധാരണ സംഖ്യ ഉപയോഗിക്കുന്നത് എണ്ണാൻ വേണ്ടിയാണ്. 1, 10, 100, 1000 കൃത്യമായിട്ട് എണ്ണി മാറ്റാൻ സാധിക്കും. പക്ഷേ വെളിപാട് പുസ്തകത്തിൽ ഈ സംഖ്യകൾ വെറും എണ്ണമായിട്ടല്ല കണക്കാക്കുക. ഇനി സംഖ്യകളെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഹെബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമൊക്കെ അക്കങ്ങളല്ല, അക്ഷരങ്ങളാണ് സംഖ്യയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. സംഖ്യയ്ക്ക് വേണ്ടി അക്കങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അക്ഷരങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അക്ഷരം ആ എന്ന അക്ഷരത്തിന് 1 എന്നാണ് വാല്യൂ എന്ന് കണക്കാക്കുക. ക എന്ന അക്ഷരത്തിന് 10 ആണെന്ന് കണക്കാക്കുക. ഇതൊരു ഉദാഹരണം എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സംഖ്യ എഴുതാൻ വേണ്ടി ചില അക്ഷരങ്ങൾ എഴുതേണ്ടി വരുന്നു. ആ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ചില പ്രത്യേക അർത്ഥങ്ങളുണ്ടായി എന്ന് വരാം. ഇത് രണ്ടും കൂടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അക്ഷരങ്ങൾ
അക്കങ്ങളായി ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ സംഖ്യകൾ പ്രതീകങ്ങളായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ സംഖ്യകളിലേക്ക് കടക്കുകയാണ്. സംഖ്യകളെ പൊതുവെ രണ്ട് തരങ്ങളായി തിരിക്കുന്നുണ്ട്. പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ, അപൂർണതയെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ. പൂർണ്ണത എല്ലാം എന്നാണ് ഉൾക്കൊള്ളുക. 3 ഉദാഹരണത്തിന് പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. ആകാശം, ഭൂമി, പാതാളം. ഇങ്ങനെ പ്രപഞ്ചത്തെ 3 തട്ടുകളായി തിരിക്കുന്നുണ്ട്. അപ്പോൾ 3 എന്നത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. രണ്ടാമത്തേത് 4 ഈ ഭൂമിക്ക് 4 കോണുകൾ ഉണ്ട് എന്നാണ് സങ്കല്പം. 4 കോണുകൾ എന്ന് വരുന്ന വായുക്കളെക്കുറിച്ച് പറയും 4 പൂർണ്ണതയുടെ അല്ലെങ്കിൽ എല്ലാം എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ്. 4 സുവിശേഷന്മാർ സുവിശേഷത്തെ മുഴുവനായി ഉൾക്കൊള്ളുന്നതുമാണ്. അപ്പോൾ 1, 3, 4 ഈ 4, 3 കൂടിയാൽ 7 ആകും. 7 പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. എല്ലാം 7 സഭകൾക്ക് എഴുതുന്ന ലേഖനങ്ങളുണ്ട്. 7ൻ്റെ ഒരു പരമ്പര തന്നെ ഈ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണും. യോഹന്നാന്റെ വെളിപാട് പുസ്തകത്തിൽ അനേകം തവണ 7 വരുന്നുണ്ട്. 7 ദീപപീഠങ്ങൾക്ക് മധ്യേ നിൽക്കുന്ന മനുഷ്യപുത്രൻ, 7 നക്ഷത്രങ്ങൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്നവൻ, 7 സഭകൾക്ക് ലേഖനങ്ങൾ എഴുതാൻ പറയുന്നവൻ, 7 മുദ്രകൾ വെച്ച് ഭദ്രമാക്കിയ ചുരുള്, 7 കാഹളങ്ങളേന്തിയ ദൂതന്മാർ, 7 പാത്രങ്ങളുമായി വരുന്ന ദൂതന്മാർ, ഇങ്ങനെ 7ൻ്റെ ഒരു പരമ്പര തന്നെയുണ്ട്. അപ്പോൾ 7 എന്നത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. അപ്പോൾ 7 സഭകൾക്ക് ലേഖനം എഴുതാൻ പറയുമ്പോൾ ഏതെങ്കിലും പേരെടുത്തു പറഞ്ഞാൽ കൃത്യം 7 സഭകൾ മാത്രമല്ല, സഭാ സമൂഹത്തെ മുഴുവനും, ആഗോള സഭയെ, സാർവത്രിക സഭയെ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ടാണ് 7. അപ്പോൾ 7 മുദ്ര വെച്ച ചുരുൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും രഹസ്യമായിരിക്കുന്നു അതിൻ്റെ ഉള്ളടക്കം എന്നാണ് അർത്ഥം. 7 മുദ്രകൾ വെച്ചാൽ പൂർണ്ണമായും അത് രഹസ്യമായിരിക്കുന്നു. ഇങ്ങനെ 7 ഒരു പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. 12 ഉദാഹരണത്തിന് മറ്റൊരു പൂർണ്ണസംഖ്യ. 12 ഗോത്രപിതാക്കന്മാരുണ്ട്, 12 അപ്പസ്തോലന്മാരുണ്ട്. 12 ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം മുഴുവനും എന്നാണ് അർത്ഥം. 12 അപ്പസ്തോലന്മാരെ ഉൾക്കൊള്ളുമ്പോൾ സഭ മുഴുവനും എന്നർത്ഥം. അപ്പോൾ ഈ 12ഉം 12ഉം കൂടിയാൽ 24 അപ്പോൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ജനം എന്നാൽ ദൈവജനം ഒന്നടങ്കം എന്നാണ് 24 എന്നുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരെ കുറിച്ച് പരാമർശമുണ്ട്. കിരീടധാരികളായ 24 ശ്രേഷ്ഠന്മാർ ദൈവത്തിന് സിംഹാസനത്തിന് ചുറ്റും ഇരിക്കുന്നു. അവർ കമിഴ്ന്നു വീണ് കിരീടങ്ങൾ ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ച് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവജനം ഒന്നടങ്കം ദൈവത്തെ സ്തുതിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ്, സൂചനയാണ്. അപ്പോൾ 24 ദൈവജനത്തിന് മുഴുവനും പ്രതിനിധികളായി, പ്രതീകങ്ങളായി കണക്കാക്കാം. ഇനി 12നെ 12 കൊണ്ട് ഗുണിച്ചാൽ 144 ആകും. അതിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ 1,44,000 ആകും. ഇതാണ് 1,44,000 പേര് മുദ്രിതരായവർ, അല്ലെങ്കിൽ 1,44,000 പേര് വെള്ളവസ്ത്രധാരികളായി കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ. ഇതൊരു വലിയ സംഖ്യ, അതേസമയം പൂർണ്ണസംഖ്യയാണ്. ഇപ്പോൾ 144,000 കൃത്യം എണ്ണിത്തിരിക്കുകയല്ല. 144,000 അഥവാ 1,44,000 എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട സമൂഹത്തിൻ്റെ സംഖ്യയാണ്. അത് 144,000 ആയിരിക്കും, 144,000 കോടിയോ അതിൽ കൂടുതലുമാകാം. ഇത് സംഖ്യകളുടെ പരിമിതി കണക്കാക്കുകയല്ല, പ്രതീകമായിട്ടാണ് സംഖ്യയെ കണക്കാക്കേണ്ടത്. ഇനി 1000 വർഷം എന്ന് പ്രതീകമുണ്ട്. 1000 വർഷം ദീർഘമായൊരു കാലമാണ്, പരിമിതമാണ്. അപ്പോൾ ദീർഘമായ കാലം പരിമിതം, കൃത്യം 1000 വർഷം എന്ന് അതുകൊണ്ട് അർത്ഥമാവുന്നില്ല. മിശിഹായോട് കൂടിയുള്ള 1000 വർഷത്തെ ഭരണം, ആദ്യത്തെ പുനരുത്ഥാനത്തിന് ശേഷം രണ്ടാമത്തെ പുനരുത്ഥാനം വരെയുള്ള 1000 വർഷത്തെ ഭരണം എന്നൊക്കെ പറയുമ്പോൾ അത് ദീർഘമായൊരു കാലഘട്ടം എന്നല്ലാതെ കൃത്യം എത്ര വർഷം എന്ന് പറയാനാവില്ല. ഇങ്ങനെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അപൂർണതയെ സൂചിപ്പിക്കുന്ന സംഖ്യകളുണ്ട്. നമ്മൾ ഓർക്കണം, പൂർണ്ണത നന്മയാണ്, അപൂർണത തിന്മയുമാണ്. അപ്പോൾ തിന്മയെ സൂചിപ്പിക്കുന്ന, അപൂർണതയെ സൂചിപ്പിക്കുന്ന സംഖ്യകളുണ്ട്. അത് അപൂർണ സംഖ്യകൾ എന്ന് പറയാം. 7ൻ്റെ പകുതി ഉദാഹരണത്തിന്, 7ൻ്റെ പകുതി 3.5 അപ്പോൾ പകുതിയോ അതിൽ കുറഞ്ഞതോ 4-1 10-1 ആയി വരുന്ന അപൂർണ സംഖ്യകളാണ്, പരിമിതങ്ങളാണ്. അപ്പോൾ ഈ പൂർണ്ണമായ സംഖ്യയുടെ പകുതിയായ 3.5 ഒരു അപൂർണ സംഖ്യയാണ്. ഈ 3.5 പല തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. 3.5 വർഷം എന്ന് പറയാറുണ്ട്. 3.5 വർഷം അതിനെ ദിവസങ്ങളാക്കിയെടുത്താൽ, ദിവസങ്ങൾ നമുക്കറിയാം 12 മാസവും ഓരോ മാസം 30 ദിവസവും വീതവുമാണ് ഉണ്ടാവുക. അപ്പോൾ 3.5 വർഷത്തേക്ക് 42 മാസങ്ങളും 1260 ദിവസവും. ഇതെല്ലാം 3.5 വർഷത്തിൻ്റെ തന്നെ പ്രതീകമാണ്. വ്യത്യസ്തമായ രീതിയിൽ 1260 ദിവസം, അല്ലെങ്കിൽ 42 മാസം, അല്ലെങ്കിൽ 3.5 വർഷം. ഇതെല്ലാം ദീർഘമായൊരു കാലം, പക്ഷേ പരിമിതമാണ്. അത് പീഡനങ്ങളുടെ, ക്ലേശങ്ങളുടെ കാലമായിരിക്കും. ഇതിന് പിന്നിലൊരു ചരിത്രം കൂടിയുണ്ടെന്ന് ഓർക്കണം. ഏലിയ പ്രവാചകന്റെ കാലത്ത് 3.5 വർഷത്തേക്ക് ആകാശത്തു നിന്ന് മഴ പെയ്തില്ല, ഭൂമിയിൽ വലിയ വരൾച്ചയുണ്ടായി, ക്ഷാമമുണ്ടായി. അപ്പോൾ വലിയ ക്ഷാമത്തിൻ്റെ കാലമായിരുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ് അല്ലെങ്കിൽ അന്ത്യോക്കസ് 4-ാമൻ്റെ കാലത്തെ മതപീഡനം കൃത്യം 3.5 വർഷമാണ് ദീർഘിച്ചത്. നീറോയുടെ മതപീഡനവും 3.5 വർഷമാണ് ദീർഘിച്ചത്. അങ്ങനെ 3.5 വർഷം എന്നത് പീഡനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പക്ഷേ കൃത്യം 3.5 വർഷം എന്നല്ല അർത്ഥമാക്കുക, അത് ദീർഘമായിരിക്കാം.
1260 ദിവസം എന്ന് പറയുന്നത് സഭയുടെ കാലം മുഴുവനുമാണ്. പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന സഭയുടെ കാലഘട്ടത്തെ സൂചിപ്പിക്കാനാണ് 1260 ദിവസം അഥവാ 42 മാസം അഥവാ 3.5 വർഷം എന്നൊക്കെ സൂചിപ്പിക്കുക. അപ്പോഴും 3.5 വർഷം, 3.5 എന്നത് അപൂർണതയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. 7 എന്ന പൂർണ്ണസംഖ്യയിൽ നിന്ന് 1 കുറഞ്ഞാൽ 6 ആകും. 6ഉം അപൂർണതയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയായിത്തീരും. അങ്ങനെ ഈ 6 3 തവണ ആവർത്തിച്ചാൽ 666 എന്ന സംഖ്യ വരും. ഈ 666 എന്ന സംഖ്യ 2 തരത്തിൽ കാണാവുന്നതുണ്ട്. ഒന്ന്, ഇത് അപൂർണതയുടെ പൂർണ്ണതയാണ്. അപൂർണതയുടെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ തിന്മയുടെ മൂർത്തീഭാവം എന്ന് പറയും. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 13-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അതൊരു മൃഗത്തിൻ്റെ സംഖ്യയാണ്, അത് മനുഷ്യൻ്റെ സംഖ്യയാണ്, അത് 666 എന്ന് പറയുന്നത്. അത് തിന്മയുടെ മൂർത്തിഭാവത്തിൻ്റെ ദൈവവിരുദ്ധമായ സകലശക്തികളുടെയും കൂടി അവതാരമായി 666 കാണണം. മറുഭാഗത്തുനിന്ന് 266 എന്ന 3 അക്കങ്ങൾ, അത് പല രീതിയിൽ ഈ സംഖ്യ കിട്ടത്തക്ക പല അക്കങ്ങൾ ഉപയോഗിക്കാം, അത് പല അക്ഷരങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ പല അക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് പല പേരുകളായി വരാം. അങ്ങനെ ഒന്നാണ് നീറോ സീസർ, നീറോ കൈസർ എന്ന ഒരു വിശദീകരണത്തിലേക്ക് വന്നത്. ഇതൊക്കെ നമ്മൾ പിന്നീട് വിശദമായി പഠിക്കുന്നതാണ്, പുസ്തകം വിശദമായി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ. അപ്പോൾ സംഖ്യകൾ ഇത്രയുമാണ് പറയാനുള്ളത്, 144,000. ഇനി അസംഖ്യം എന്നൊരു അർത്ഥമുണ്ട്, ഒരു പദമുണ്ട്. ഹീബ്രു ഭാഷയിൽ ഏറ്റവും വലിയ സംഖ്യ 1000-ആണ്. അത് 1000 ആകാം, 10,000 ആകാം, 20,000 ആകാം. പക്ഷേ 1000-ന് അപ്പുറത്തേക്ക് ഒരു സംഖ്യയില്ല. 1000-ങ്ങളുടെ 1000, 10,000-ങ്ങളുടെ 10,000 എന്നൊക്കെ പറയും. അസംഖ്യം, ഇൻഫിനിറ്റ് എന്നൊക്കെ പറയാനാണ് ഉപയോഗിക്കുന്നത്. 1000-ങ്ങളുടെ 1000, 10,000-ങ്ങളുടെ 10,000. ഇങ്ങനെ സംഖ്യകളെ പ്രതീകങ്ങളായി കാണണം, അല്ലാണ്ട് കൃത്യം എണ്ണി നോക്കുകയല്ല ആവശ്യം. രണ്ടാമത്തെ പ്രതീകം പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് നിറങ്ങളാണ്. നമ്മൾക്കറിയാം, നമ്മൾ നിറങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സാധാരണ ആരെങ്കിലും ദുഃഖം ആചരിക്കുന്ന, മരണത്തെ ഓർമ്മിക്കുന്ന കാലമാണെന്നുണ്ടെങ്കിൽ കറുപ്പാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുക. അപ്പോൾ വെളുപ്പ് പലപ്പോഴും യുദ്ധ മേഖലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കീഴടങ്ങുന്നതിൻ്റെ സൂചനയായി വെള്ളക്കൊടി കാണിക്കാറുണ്ട്. പരാജയപ്പെട്ടു, അതുകൊണ്ട് ഇനി ഞങ്ങളെ തല്ലല്ലേ, ഞങ്ങളെ വെടിവെക്കല്ലേ, ഞങ്ങൾ പരാജയപ്പെട്ടിരുന്നു, കൈ ഉയർത്തുന്നു, വെള്ളക്കൊടി പൊക്കുമ്പോൾ പരാജയത്തിൻ്റെ സൂചനയായി ഇന്നും നമ്മളത് ഉപയോഗിക്കാറുണ്ട്. കളറ് ഇന്നും നമ്മൾ പ്രതീകങ്ങളാണ് ഉപയോഗിക്കുക. പക്ഷേ വെളിപാട് പുസ്തകങ്ങൾ, വെളിപാട് സാഹിത്യ രൂപത്തിലെ കളറിനെ സംബന്ധിച്ച്, നിറങ്ങളെ സംബന്ധിച്ച വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. ഉദാഹരണത്തിന് വെള്ള നിറം വിജയത്തിൻ്റെ അടയാളമാണ്, പരാജയത്തിൻ്റെ അല്ല. വെള്ള വിജയത്തിൻ്റെയും വിശുദ്ധിയുടെയും അടയാളമായിട്ടാണ് കാണുക. വെള്ള വസ്ത്രധാരികൾ വിജയം വരിച്ചവരാണ്, അവർ ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്നവരുമാണ്. വെള്ള വിശുദ്ധിയുടെയും വിജയത്തിൻ്റെയും അടയാളം. വെള്ളയങ്കി അണിഞ്ഞവർ വിജയിച്ചവരാണ്, വിശുദ്ധ ജീവിതം നയിച്ചവരാണ്. ചുവപ്പ് അഥവാ തീക്കനലിൻ്റെ നിറം, അത് വെളിപാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ കാണുന്ന കുതിരകളുടെ നിറമാണ്. തീക്കനലിൻ്റെ നിറം അഥവാ ചുവപ്പ് നിറം, അത് രക്തച്ചൊരിച്ചിലിൻ്റെ, യുദ്ധത്തിൻ്റെ, ആഭ്യന്തര കലാപത്തിൻ്റെ ഒക്കെ അടയാളമായിട്ടാണ് ചുവപ്പ് കാണുക. ചുവപ്പ് രക്തച്ചൊരിച്ചിലിൻ്റെ ആണ്, രക്തത്തിൻ്റെ വർണ്ണം. മഞ്ഞ അഥവാ വിളറിയ നിറം മരണത്തിൻ്റെ സൂചനയാണ്. അത് സാംക്രമിക രോഗത്തിലൂടെ ഉണ്ടാകുന്ന മരണത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുക. കറുപ്പ് മരണത്തിൻ്റെ മറ്റൊരു സൂചനയാണ്, പട്ടിണി മരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ചുവന്ന വെള്ളക്കുതിര വിജയത്തെ സൂചിപ്പിക്കും, ചുവന്ന കുതിര ആഭ്യന്തര കലാപത്തെ സൂചിപ്പിക്കും യുദ്ധത്തെ, കറുത്ത കുതിര പറന്നു വരുന്നത് പട്ടിണി മരണത്തെ സൂചിപ്പിക്കും, മഞ്ഞക്കുതിര അല്ലെങ്കിൽ വിളറിയ കുതിര വരുന്നത് സാംക്രമിക രോഗങ്ങളെ ആയിരിക്കും. അപ്പോൾ ഓരോ നിറം കാണുമ്പോൾ വരുന്നത് എന്താണ് അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ രാജകീയ നിറങ്ങളാണ്. ധൂമ്രവസ്ത്രധാരിയായ ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തി രാജകീയ അധികാരമുള്ള ആളാണെന്ന് മനസ്സിലാക്കുക. സ്വർണവും സ്വർണ്ണ നിറവും രാജകീയമായ അടയാളങ്ങളാണ്, രാജകീയം സ്വർണ്ണ നിറമുള്ളത്. ഇങ്ങനെ നിറങ്ങൾ വലിയ അർത്ഥം ഉൾക്കൊള്ളുന്നവയാണ്. അപ്പോൾ ധൂമ്രവസ്ത്രവും അതുപോലെ തന്നെ ഈ സ്വർണ്ണ നിറവുമൊക്കെ പരിധിയില്ലാത്ത ആർഭാടത്തിൻ്റെ അടയാളമായി കണക്കാക്കാവുന്നതാണ്. പലപ്പോഴും ധൂമ്രവസ്ത്രധാരിയായ സ്ത്രീ രാജകീയമായ വസ്ത്രം ധരിച്ചിരിക്കുന്നവരാണ്. അതുപോലെ അടുത്തത് വ്യക്തികൾ, മൃഗങ്ങൾ എന്നിവയുടെ പ്രതീകങ്ങളാണ്. വ്യക്തികൾ, സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ. ഉദാഹരണത്തിന് ഇപ്പം ഞാനിവിടെ ആദ്യ അധ്യായത്തിൽ വായിച്ച മനുഷ്യപുത്രനാണ്. മനുഷ്യപുത്രനെ പോലെ ഒരുവൻ. പോലെ എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമുക്ക് പറയാനാവില്ല, ഒരു സൂചനയാണ്, ഉദാഹരണം, ഒരു ഉപമിക്കലാണ്. മനുഷ്യപുത്രൻ എന്ന പദം ഇവിടെ വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ മനുഷ്യപുത്രനെക്കുറിച്ചുള്ള സൂചന വരാനിരിക്കുന്ന ഒരു രക്ഷകനെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ദൈവജനത്തെ മൊത്തമായി കണ്ടുകൊണ്ട് ദൈവം സംരക്ഷിക്കുന്ന ഒരു സമൂഹത്തെ,
ഒരു സംഘാത വ്യക്തിത്വമായി മനുഷ്യപുത്രൻ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. മാലാഖമാർ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. കുഞ്ഞാടിൻ്റെ മണവാട്ടി എന്ന ഒരു പദപ്രയോഗമുണ്ട്. കുഞ്ഞാടിൻ്റെ മണവാട്ടി സഭയെയാണ് സൂചിപ്പിക്കുക. ശ്രേഷ്ഠന്മാരുണ്ട്, 24 ശ്രേഷ്ഠന്മാർ. ഈ 24 ശ്രേഷ്ഠന്മാർ ദൈവജനത്തിൻ്റെ മുഴുവനും പ്രതിനിധികളായി നിൽക്കുന്ന പ്രതീകങ്ങളാണ്. 24 ശ്രേഷ്ഠന്മാർ. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ 12-ാമത്തെ അധ്യായത്തിൽ കാണും. ഗർഭിണിയായ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ ദൈവജനത്തിൻ്റെ പ്രതീകമാണത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉൾക്കൊള്ളുന്ന ദൈവജനത്തെ മൊത്തമായി കാണുന്ന ഒരു പ്രതീകമാണ്. മിശിഹായുടെ അമ്മയായും ഈ പ്രതീകത്തെ കാണാം. അങ്ങനെ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രതീകമായും ഈ 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന സ്ത്രീയെ കാണാവുന്നതാണ്. മറ്റൊരു സ്ത്രീയുണ്ട്, കുടിച്ചുന്മത്തെ, വിശുദ്ധ രക്തം കുടിച്ചുന്മത്തെയായ മഹാവേശി എന്നും ബാബിലോണെന്നും അറിയപ്പെടുന്ന സ്ത്രീ. അത് മതപീഡനത്തിലൂടെ ദൈവജനത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ശക്തിയുടെ, വെളിപാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ, പിന്നീട് ഏത് സാഹചര്യത്തിലും ദൈവവിരുദ്ധമായ സകല ശക്തിയുടെ ദൈവഭക്തരെ ഉന്മൂലനം ചെയ്യുന്ന അധാർമിക ശക്തികളുടെ പ്രതീകമായിട്ടാണ് ഈ മഹാവേശിയെ കാണുക. മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കുഞ്ഞാട് ബലിയിലൂടെ സ്വന്തം ജീവൻ ബലിയായി നൽകി മനുഷ്യന് രക്ഷ നൽകിയ യേശു ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് കുഞ്ഞാട്. കുഞ്ഞാടിന് ബദലായി നിൽക്കുന്ന ഒരു സർപ്പമുണ്ട്. സാത്താനെന്നും പുരാതന സർപ്പമെന്ന് വിശേഷിപ്പിക്കുന്ന സർപ്പം, അത് പൈശാചിക ശക്തിയുടെ, തിന്മയുടെ ശക്തിയുടെ തന്നെ മൂർത്തഭാവമാണ് സർപ്പം. സർപ്പത്തിൻ്റെ കൂടെ വരുന്ന 2 മൃഗങ്ങളെക്കുറിച്ച് പറയും. കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു മൃഗം. ഇത് രണ്ടും സാമ്രാജ്യ ശക്തികളുടെ പ്രതീകങ്ങളാണ്. കടലിന്മേധെ ഭരണം നടത്തുന്ന നാവികസേനയിലൂടെ ലോകം അടക്കി ഭരിക്കുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമാണ് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം. ആ റോമാ സാമ്രാജ്യത്തിൻ്റെ തന്നെ പ്രവിശ്യകളുടെ പ്രതീകമാണ് പാതാളത്തിൽ നിന്ന് കരയിൽ നിന്ന് കയറി വരുന്ന മൃഗം. 4 തവളകളെക്കുറിച്ച് പറയും. 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വ്യാജപ്രവാചകൻ്റെയും മൃഗങ്ങളുടെയും വായിൽ നിന്ന് വരുന്ന തവളകൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തവളകൾ, അത് ദൈവവിരുദ്ധ പ്രചരണത്തിൻ്റെ ആൻറ്റി ഡിവൈൻ പ്രൊപ്പഗാൻഡ മെറ്റീരിയൽ എന്ന് പറയും. ദൈവവിരുദ്ധമായി അധാർമികതയെ പ്രചരിപ്പിക്കുന്ന പ്രചരണ മാധ്യമങ്ങളെയാണ് തവളകളായിട്ട് സൂചിപ്പിക്കുക. ഇനി വസ്തുക്കളെക്കുറിച്ച്, ഉദാഹരണത്തിന് തിരിക്കാലുകൾ അല്ലെങ്കിൽ ദൈവപീഠങ്ങൾ സഭയുടെ പ്രതീകങ്ങളാണ്. അതുപോലെ തന്നെ നക്ഷത്രം, യേശുവിൻ്റെ മനുഷ്യപുത്രൻ്റെ കയ്യിലുള്ള നക്ഷത്രങ്ങൾ, അതും സഭയുടെ പ്രതീകങ്ങൾ തന്നെയാണ്, സഭയുടെയും സഭാ നേതാക്കന്മാരുടെയും. നീണ്ട അങ്കി പൗരോഹിത്യത്തിൻ്റെ സൂചനയാണ്. സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അത് രാജത്വത്തിൻ്റെ ഉദാഹരണമാണ്. തലയിൽ ഇരിക്കുന്ന കിരീടം രാജകീയ അധികാരത്തിൻ്റെ ഉദാഹരണമാണ്, അതിൻ്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ സിംഹാസനം, നമുക്കറിയാം സിംഹാസനം രാജത്വത്തിൻ്റെ പ്രതീകമാണ്. ബലിപീഠം, അൾത്താര, ദൈവിക സാന്നിധ്യം, ദൈവമനുഷ്യ സമാഗമത്തിൻ്റെ വേദിയാണ്. അത് ബലിപീഠം, വലിയൊരു ബലിപീഠം സ്വർഗത്തിലുമുണ്ട് എന്ന് പറയും. ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നുചേരുന്ന വേദിയാണ് ബലിപീഠം. കാഹളം, ദൈവത്തിൻ്റെ ആജ്ഞാസുരത്തെ വിളിച്ചറിയിക്കുന്നതാണ് കാഹളങ്ങൾ. മനോഹരമായ രത്നങ്ങൾ മനോഹാരിതയെ സൂചിപ്പിക്കുന്നു, ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച്. അരിവാളും അതുപോലെ തന്നെ വിളവെടുപ്പും, 2 അരിവാളിനെ കുറിച്ചും വിളവെടുപ്പിനെക്കുറിച്ചും പറയുന്നുണ്ട്. മുന്തിരി വിളവെടുപ്പ് നടക്കുന്നതിനെക്കുറിച്ച് പറയും. മുന്തിരി വിളവെടുത്ത് മുന്തിരിപ്പഴം ചക്കിലിട്ട് ചവിട്ടി പിഴിയുന്നത് ശിക്ഷാവിധിയുടെ പ്രതീകമാണ്. അതേസമയം ധാന്യം വിളവെടുക്കുന്നത് അത് രക്ഷാവിധിയുടെ, ധാന്യം അറപ്പുരകൾ ശേഖരിക്കാനാണ്, മുന്തിരി ചവിട്ടിപ്പിഴിയാനാണ്. അപ്പോൾ 2 തരത്തിലുള്ള ശിക്ഷാവിധിയുടെ പ്രതീകങ്ങളാണ് അരിവാളിലൂടെയും വിളവെടുപ്പിലൂടെയും കണക്കാക്കുക. ശരീരത്തിൻ്റെ ഭാഗങ്ങളെ പ്രതീകങ്ങളായിട്ട് കണക്കാക്കാറുണ്ട്. തലയെ തലവനായി, അധികാരമുള്ളവനായി, രാജാവായി കണക്കാക്കാറുണ്ട്. കൊമ്പ് അധികാരത്തിൻ്റെ, ശക്തിയുടെ, രാജത്വത്തിൻ്റെ പ്രതീകങ്ങളാണ്. കണ്ണ് അറിവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ചിറക് വേഗതയെ സൂചിപ്പിക്കുന്നു. അതുപോലെ പ്രപഞ്ചത്തെക്കുറിച്ച് ആകാശം, ഭൂമി, പാതാളം, അല്ലെങ്കിൽ സ്വർഗം, ആകാശം, ഭൂമി, ഇങ്ങനെ വിവിധ മേഖലകളുണ്ട്. സ്വർഗം ദൈവത്തിൻ്റെ മേഖലയാണ്. ആകാശം ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള മധ്യവർത്തികളുടെ, മാലാഖമാരുടെയൊക്കെ മേഖലയാണ്. ഭൂമി മനുഷ്യൻ്റെ മേഖല. ഭൂമിക്കടിയിലുള്ള പാതാളം പൈശാചിക ശക്തികളുടെ മേഖല, ഈ മരിച്ചവരുടെ മേഖല. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇനിയും അനേകം പ്രതീകങ്ങളുണ്ട്. നമ്മൾ ഓരോ പുസ്തകവും ഓരോ അധ്യായവും വായിക്കുമ്പോൾ ഈ പ്രതീകങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതാവും. ഇതിൽ നിന്ന് ചുരുക്കി പറഞ്ഞാൽ, വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓർക്കുക. പ്രതീകങ്ങളായി മനസ്സിലാക്കണം. അത് എന്തിനെ സൂചിപ്പിക്കുന്നു മനസ്സിലാക്കാതെ അക്ഷരാർത്ഥത്തിലെടുത്ത് വ്യാഖ്യാനിച്ചാൽ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കാതെ പോകും. ഈ പ്രതീകങ്ങൾ ഓരോന്നും നമ്മൾ അതത് സ്ഥാനങ്ങളിൽ വിശദമായി പിന്നീട്
അപഗ്രഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനങ്ങൾ സമാപിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനേകം പ്രതീകങ്ങളിലൂടെ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ കരുണയും കരുതലും ഞങ്ങൾക്ക് അവിടുന്ന് അനുഭവവേദ്യമാക്കി തരുന്നു. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ ഇന്നും വസിക്കുന്നുണ്ടെന്നും ജീവൻ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച കുഞ്ഞാടായി, ഞങ്ങളുടെ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന, പാപമോചനം നൽകുന്ന നിത്യപുരോഹിതനായി, ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്ന രാജാവായി അവർ ഞങ്ങളുടെ മധ്യേ വസിക്കുന്നുണ്ട് എന്ന് വെളിപാട് പുസ്തകത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ചറിയാൻ അവർ നിങ്ങളെ അനുഗ്രഹിക്കണമേ. ദുർഗ്രഹമായ ഈ പുസ്തകത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാനായി അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും പ്രത്യാശയും പകരുവാനിടയാക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര